ॐ दाशरथाय विद्महे सीतावल्लभाय धीमहि तन्नो रामः प्रचोदयात्। ॐ जनकनन्दिन्ये विद्महे भूमिजाताये धीमहि तन्नो सीता प्रचोदयात्। ॐ आञ्जनेयाय विद्महे महाबलाय धीमहि तन्नो हनुमान् प्रचोदयात्। विशुद्धं परं सच्चिदानन्दरूपं गुणाधारमाधारहीनं वरेण्यं महान्तं विभान्तं गुहान्तर्गुणान्तं सुखान्तं स्वयं धाम रामं प्रपद्ये। कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्। जानकी जीवनस्मरणं जय जय राम राम। यत्र यत्र रघुनाथकीर्तनं तत्र तत्र गतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नमत राक्षसान्तकं। श्री आञ्जनेय स्वामी की जय। हनुमानञ्जनासूनो वायुपुत्रो महाबल रामेष्टफल्गुणसह पिङ्गाक्षो अमितविक्रमा उदधिक्रमणश्चैव सीताशोकविनाशना लक्ष्मणप्राणभ्राता च दशग्रीवस्य दर्पः। द्वादशैतानि नामानि कवीन्द्रस्य महात्मना भक्त्या मुक्तेशवो मध्यो हनुमन्तं कृपाञ्जलि। हरे राम 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 हरे 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 कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. തൽക്കാലമർക്കകുലോത്ഭവൻ രാഘവൻ അർക്കാത്മജാതി കവിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാൽ. ദേവപ്രവരനായ ഒരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നതു തോന്നിയത് അങ്ങനെ തന്നെയെന്ന് അണ്ണവതീരെ കിഴക്കു നോക്കി തൊഴുതു അർണോജലനോജനാകിയ രാഘവൻ ദർഭവിരച്ചു നമസ്കരിച്ചിടിനായി. അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടത്രയും 3 അഹോരാത്രം ഉപാസിച്ചിതിങ്ങനെ 3 ലോകത്തിനും നാഥനാമീശ്വരൻ ഏതുമിളകീല വാരുതിയും അതിക്രോധേന രക്താന്ത നേത്രനാം നാഥനും കൊണ്ടുവാചാപവാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മതീയ പൂർവന്മാർ വളർത്തതും ഇന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയേ വാഴുകിലെന്നതുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം. കവികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ചർണവോത്തരോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലീമുഖവിക്രമം ഭസ്മമാക്കിയിടുവൻ. വാരാനിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. യുദ്ധം രഘുവരൻ വാക്കുകേട്ട നേരം പൃഥ്വീരുഹങ്ങളും കാനനജാലങ്ങളും ജാനവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ധിയും ശോഭിച്ച മട്ടിൽ കവിഞ്ഞു വന്നുത്തങ്കമായ തരംഗാവലിയോടും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്ന് അത്യുഗ്രൻ അക്രത്തിമിച്ഛാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി 10 ദിക്കും നിറഞ്ഞോരു കാന്ത്യാ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യരത്നങ്ങളും പിത്രസ്ഥനായി രാമപാദാന്തിയെ വെച്ചു സത്രവം ദണ്ഡ നമസ്കാരവും ചെയ്തു. രക്താന്തലോചനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹി മാം ത്രൈലോക്യപാലക ത്രാഹി മാം വിഷ്ണു ജഗത്പദേ ത്രാഹി മാം പൗലസ്ത്യനാശന ത്രാഹി മാം രാമ രമാവതേ. ആദികാലേ തവമായ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമതാർക്കു നീക്കാവൂ തവമതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരന്ന നിർമ്മിച്ചതും
മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെ ഇന്നന്യതാകത്തുമാരുള്ളതു ശക്തരായി താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി നന്നേ വരൂ വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോപാധികളും താമസഗുണം. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാം അവനായി ചമഞ്ഞു ഭവാൻ കാരണപുരുഷനായി ഗുണവാത്മാവുമായി. അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായതു ദേവാദികൾ തഥാ. തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തത്രാജോഭൂതങ്ങളായി പ്രജേശാദികൾ തത്വമോത്ഭൂതനായി ഭൂപതിദാനം ഉത്തമ പുരുഷ രാമാദയാനിതേ. മായയാച്ഛന്നയായി ലീലാമാനുഷനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം നിർഗുണനായി സദാ ചിത്ഘനനായി ഒരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷതനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ അങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്കു സന്മാർഗ പ്രാപകമോർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാമിതാലു ഗുണം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശാം ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമലങ്കാമാർഗമാശു ദദാമിതേ. യുദ്ധം വണങ്ങി സ്തുതിച്ചു വരുണനോടുത്തമ പുരുഷൻ താനുമരുൾ ചെയ്തു ബാണം മതീയമോഘമതിന്നിക. വേണമൊരു ലക്ഷ്യമെന്തതിനുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യമതിന്നു നീ കാട്ടിത്തരേണമെനിക്കു വാരാനിതേ. അർണവനാഥനം ചൊല്ലി ഞാനന്നേരം മന്യൂന കാരുണ്യ സിന്ധോ ജഗത്പദേ. ഉത്തരസ്യാം ദിശി മത്തീരഭൂതലേ ചിത്രദ്രുമപുല്യദേശം സുഭിക്ഷതം. തത്ര പാപാത്മകളുണ്ടു നിശാചരത്രയും പാരമുപദ്രവിച്ചിടുവോർ. വേഗാലവിടേക്കയക്ക ബാണം തവ ലോകോപകാരകമായതു നിർണയം. രാമനും ബാണമയച്ചാനതു നേരം ആമയം തേടിടും ആ വീരമണ്ഡലം. എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നുമല്ലവേ തൂണീരവും പൊക്കിതാതരാൽ. ആ വീരമണ്ഡലമൊക്കെ നശിക്കുക ശോഭനമായി വന്നു തൽപ്രദേശം സദാ. തൽക്കൂലദേശവും അന്നു തൊട്ടത്രയും മുഖ്യ ജനപദമായി വന്നിതപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാദരം അന്നേരം ആകുലമെന്നിയേ മജ്ജലെ സത്വരം. സേതുബന്ധിക്ക നളനാം കവിവരനേതും അവനൊരു ദണ്ഡമുണ്ടായി വരാം. വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പക്രിയാ തൽപരനത്രയും വിശ്വദുരിതാപകാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടൻ അബ്ധിയും മെല്ലെ മറഞ്ഞരുളിയിടിനാൽ. സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ സദാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തു സേതുബന്ധനെ. ദക്ഷിണേ മർക്കട മുഖ്യനാം നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം. പർവ്വതതുല്യ ശരീരകളായ ദുർവാരവീരമയെന്ന കവികളും സർവദിക്കിങ്കലും നിന്നു സരഭസം പർവ്വത പാഷാണപാദൽപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങി തെരുതരെ കൊണ്ടവിഹീനം പടുത്തു തുടങ്ങിനാർ. നേരെ ശതയോജനയായതുമായുടൻ നീരഞ്ചു യോജന വിസ്താരമാവണ്ണം യുദ്ധം പടുത്തു തുടങ്ങും വിധോ രാമഭദ്രനാം ദശരഥ ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരൻ എന്ന നാമമരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപകരമായി ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനമേവമരുൾ ചെയ്തു. യാതൊരു മത്യനിവിടെ വന്നാതരാ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാഭജിക്കുന്നതിപ്പോൾ അവൻ ബ്രഹ്മഹത്യാദിഭാവങ്ങളോട് വേർപെട്ടത് ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ. മുക്തിയും വന്നിടുമില്ലോ ഒരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ടത കൈവിട്ടു വാരണാസി പോക്കു. ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം ഗംഗാസലിലവും കൊണ്ടുവന്നാതരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്ത ശ്രീമത് സമുദ്രേ കളഞ്ഞു തൽഭാരവും. മജ്ജനം ചെയ്യുന്ന മദ്യനോട് സായുജ്യം വരും അതിനില്ലോ ഒരു സംശയം എന്നരുൾ ചെയ്തു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും. വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോട് പടുത്തു തുടങ്ങിനാർ. വിദ്യുത മന്ത്രിഭാഷാണ തരുക്കളാൽ അതിനെ നീർന്നു 14 യോജന തീർന്ന് 20 യോജന. പിറ്റേന്നാൾ 3-ാം ദിനം 21 യോജന. 4-ാം ദിനം 22 23 5-ാം ദിനം 5 നാൾ കൊണ്ടു ശതയോജനയായതം ചഞ്ചലമെന്നിയെ തീർന്നോരനന്തരം. സേതുവിന്മീലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ. മാരുതി കണ്ടേ കരേറിരു കൂത്തമൻ താരേയ കണ്ടേ സുമിത്രാധനേനും
ആരുഖ്യ ചെന്നു സുബേലാചലമുകളേറിനാൽ വാനരസേനയോടും ദ്രുതം. ലങ്കാപുരലോകാനാശനാരാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ നോക്കിയ നേർത്തു കണ്ടിതു ചമ്പാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം സ്വർണമയധ്വജപർകാരതോരണമൗർണം മനോഹരം പ്രാസാദ സങ്കുലം കൈലാസ ശൈലേന്ദ്ര സന്നിപഗോപുരജാലപരിഖ ശതഘ്നി സമന്വിതം പ്രാസാദമൂർത്തിനി വിസ്തീർണദേശേ മുദാ വാസവതുല്യപ്രഭാവേന രാവണൻ രത്നസിംഹാസനേ മന്ത്രിവിസങ്കുലേ രത്നദണ്ഡാതപത്രൈരുവശോഭിതേ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടുവീയിച്ചു നീലശൈലാഭം ദശകീരുടോജ്ജലം നിർമ്മ നീലമേഘോപമം കണ്ടു രഘൂത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാർ. മുന്നേ നിബദ്ധനായി ഒരു ശുകാസുരൻ തന്നെ പിരിവോടയക്കമടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാർ. പന്തിമുഖനും അവനോട് ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊൽകടോ? വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച വിമാന വിരോധം വരുത്തിയാരോധവ ക്ഷീണഭാവം കലന്നേടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടടോ. രാത്രിഞ്ചരോക്തി കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിയിടിന രാക്ഷസരാജപ്രഭരാജയ ജയാമോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ സിന്ധു തന്നുത്തരീ തീരോപരി ചെന്നന്തരമെന്നിയേ ഞാൻ തപവാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരെ. രാമ രാമ പ്രഭോ പാഹി പാഹീതി ഞാൻ ആമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു ദൂതനവധ്യനയപ്പിനയനാദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരും അയച്ചാരതുകൊണ്ടു ഞാനും ഭയന്നേന്നു നീളേ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവവീരനുജ്ജയാസാദരം. പിന്നെ രഘൂത്തമനോട് ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക സീതയെ നൽകിയിടുവന്നുകില്ലല്ലായിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നുഴറി ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്ന് പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ട് അർദ്ധനായി വന്നിരുന്നു കൊണ്ട് ഭവാൻ പോരുമതിന് ബലമെങ്കിൽ എന്നോട് പോരിനായി കൊണ്ടു പുറപ്പെടുകാശു നീ. ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാനൊക്കെ പൊടിപെടുത്തുന്നുള്ളിൽ വന്നിഞ്ഞു പുക്കൊരു രേഷവും ആശുതീത്തുടൻ. നത്തഞ്ചരകുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശു നീ എന്നരുളി ചെയ്തിരുന്നരുളീടിനാൽ നിന്നുടെ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ. കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠ പ്രഭോഗ വിപുങ്കവപാലിതം പർവ്വത സന്നിഭന്മാരായ വാനര ഉർവീ കുലുങ്ങുവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലന്നു നിൽക്കുന്നിതു നിർഭയം. സംഖ്യയുമാർക്കും ഗണിക്കാവതില്ല സംഖ്യാവതാംവരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവർ 100,000 പടയോടും രുപുക്കളെ നീറാക്കുവാനുടറ്റോടെ വാൽ പൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ഡുപവനോട് നീലനാം സേനാപതി വന്യനന്ദനൻ അങ്കദനാകും ഇളയ രാജാവതിനങ്ങേതു പത്മകിഞ്ചൽക്ക സമപ്രദൻ. വാൽ കൊണ്ട് ഭൂവിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദനനന്ത്രിശൃംഗോപമൻ തൽപാശുസീംനി നിൽക്കുന്നതു വാനരവാദജൻ തൊൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവരും കുരനാം ശ്വേതൻ രജതസമപ്രദൻ. രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരവൻ മഹാബലൻ മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ. സേതുകർത്താവാം നളനതിന്നേതു ബോധമേറും വിശ്വകർമാവുതൻ മകൻ താരൻ പനസൻ കുമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതിതൻ പിതാവാകിയ കേസരിശൂരനായിടും പ്രമാദി ശതബലിസാരനാം ജാമ്പവാനും വേഗദശിയും ഘോരൻ ഗജനും ഗവേൻ ഗവാക്ഷനും ശൂരൻ ദതിമുഖൻ ജ്യോതിർമുഖനതി ഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനര നായകന്മാർ 67 കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്ക 21 വെള്ളം പടയുമുണ്ടുള്ളത് അവർക്കെല്ലാം. ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരേവരും ശ്രീരാമദേവനും മാനുഷൻലാതി നാരായണനാം പരൻ പുരുഷോത്തമൻ സീതയാകുന്നത് യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായ അനന്തനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ ഭൈരവം അവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തെന്ന് തോർക്ക നീ മാനസേ.
പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കും എല്ലാവരും പഞ്ചപഞ്ചാത്മകതത്വങ്ങളെ കൊണ്ടു ദഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധനായി ത്വക്മാംസമേതോസ്തി മൂത്രഫലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമെത്രയും ഞാനെന്ന പാപമതിങ്കലുണ്ടായി വരും. ജ്ഞാനമില്ലാതെ ജനങ്ങളതോർക്ക നീ. ഹന്ത ജഡാത്മകമായ കായത്തിങ്കൽ അന്തോരസ്തയാം എന്തോരാസ്ഥാപവിക്കുന്നതും ധീമതാം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാദഖൗകങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദിമൂലമായി സമ്പദിക്കും ദൃഢം. പുണ്യപാപങ്ങളോടും ചെന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം. ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിലാവശത്വേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്ക് വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളക നീ. ആത്മാവു നിർമ്മലനവ്യനദ്വയനാത്മനാമാത്മനാ കണ്ടു തെളിയുക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം. ആത്മനി തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാത്ത ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സുഖരാശ്വാദിദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലും ഉണ്ടല്ലോ. ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിചിത്തവും വന്നിതോ. കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജ്ഞനം ഭവിച്ചിടുന്ന പിന്നെയുണ്ടാകുമോ ഭോഗത്തിൽ ആഗ്രഹം. ധന്യനായുള്ളവനോർക്ക മഹാമതേ. പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യ സമ്മതൻ ഘോരതബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ. ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാവുന്നതാത്മാപരനദ്വയം സീതയെ രാമനു കൊണ്ടേ കൊടുത്തു. തൽപാദ പത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലായിൽ ആശുകിൽ കീഴ്പോട്ടു പോയി ചെല്ലും. നരകത്തിലില്ലോ ഒരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു. നല്ല ജനത്തോട് ചോദിച്ചു കൊള്ളുകടോ. രാമരാമേതി രാമേതി ജപിച്ചുകൊണ്ട് ആമയും വേറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോടും രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം ദേവം മരതകാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം രക്ഷാ നിപുണം വിഭീഷണ സേവിതം. ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചുകൊള്ളുകിലോ മുക്തി വന്നിടുമതിനില്ല സംശയം. ഇത്തം സുഖവാക്യമജ്ഞാനനാശനം ശ്രുത്വാ ദശാസ്യനം ക്രോധനാമ്രാക്ഷനായി ദഗ്ധനായി പോകും സുഖനെന്നു തോന്നുമാർ അത്യന്തരോഷേണ നോക്കിയുര ചെയ്താൽ. കൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്രവം ശിക്ഷ ചൊല്ലുവാനെന്തു കാരണം. പണ്ടു നീ ചെയ്തോരുപകാരം ഓർക്കിയാലുണ്ടു കാരുണ്യം എനിക്കതുകൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചതൻ മുന്നിൽ നിന്നാശമറിയത്തു പോക നീ. കേട്ടാൽ പൊറുകരുതാത്തോരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയും എനിക്കില്ല. എന്നോട് മുമ്പിൽ നീ കാക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പുക്കിരുന്നീടിനാൻ. ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം. കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രാധാനിത്യവും കൈക്കൊണ്ടു. ദേവകൾക്കഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്കു വിനാശത്തിനായിക്കൊണ്ടു യോഗാദി കർമ്മങ്ങൾ ചെയ്തുമേ വീടിനാ. യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയ വൃന്ദാരകാഭ്യുദയാധിയായി രാക്ഷസ നിന്ദാപരനായി മരുവും ദശാന്തരെ. നിർജ്ജന വൈരികുലശ്രേഷ്ഠനാകിയ വജ്രദംശൻ മഹാദുഷ്ടനിശാചരൻ എന്തോന്നു നല്ലോ സുഖാപകാരത്തിനന്തരവും പാത്തുപാത്തിരിക്കും വിധോ. കുംഭോദ്ഭവനാമഗസ്ത്യൻ ശുകാശ്രമേ സംപ്രാപ്തനായാനൊരു ദിവസം ബലാൽ. സംഭൂജിത നാമഗസ്ത്യതബോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാൽ സ്നാതും ഗതേ മുനോ കുംഭോത്ഭവേ തഥാ യാതുധാനാധിപൻ വജ്രദംഷ്ടാസുരൻ. ചെന്നാൻ അഗസ്ത്യരൂപം ധരിച്ചന്തര ചൊന്നാൻ ശുകനോട് മഹന്തഹാസാന്വിതം. ഒട്ടുനാളുണ്ട് മാംസം കൂട്ടിയിട്ടും ഉഷ്ടമായി ഉണ്ണേണം ഇന്നു നമുക്കടോ. ചാകമാസം വേണമല്ലോ കരിമമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ എന്നളവേശുകൻ പത്നിയോടും തഥാ ചൊന്നാൻ അതങ്ങനെ എന്നവളും ചൊന്നാൻ. മധ്യേശുകപത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാ. മർത്യമാംസം വിളമ്പിക്കൊടുത്തമ്പോടു തത്രേവ വജ്രദംശൻ മറഞ്ഞിടിനാൾ. മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം ശുകനെ ശപിച്ചിതു. മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായി ഇനി പൃഥ്വിയിൽ വാഴുക മത്തപോ വൈഭവാൽ.
ഇത്തം ശപിച്ചതു കേട്ടു ശുകൻ താനും എത്രയും ചിത്രമിതെന്തോ ഒരു കാരണം മാംസോത്തരം ഭുജിക്കേണം എനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ. പിന്നെ അതിനു കോപിച്ചു ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മമെന്നേ പറയാവൂ. ചൊല്ലെന്തു പറഞ്ഞതു നീസകെ, നല്ല വൃത്താന്തം ഇതെന്നോട് ചൊല്ലണം എന്നതു കേട്ടു ശുകനും അഗസ്ത്യനോട് അന്നേരം ആശു സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷം ഇത്തജ്ജനത്തോട് വീണ്ടും വന്നരുൾ ചെയ്തു, വ്യഞ്ജനം മാംസസമന്വിതം വേണമെന്നഞ്ജസ ഞാനതു കേട്ടതു ചെയ്തതും. ഇത്തം ശുഭോത്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൾ. വൃത്താന്തം ഉൾക്കാമ്പ് കൊണ്ടു കണ്ടോരളവുൾ താപമോടരുൾ ചെയ്താനഗസ്ത്യനും, പഞ്ചിതന്മാരായി വയം ബദയാമിനി സഞ്ചാരികളിതു ചെയ്തതു നിർണയം. ജ്ഞാനമതിമൂഢനായി ചമഞ്ഞേൻ ബലാലൂനം ബലാവിദിതൻ മതമെന്നുമേ മിഥ്യായി വന്നുകൂടാ മമ ഭാഷിതം. സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലതു വന്നുകൂടും മേലിൽ നിർണയം. കല്യാണമായി ശാപമോക്ഷവും നൽകുവാൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയ രാമസീമിനി വെച്ചുകൊള്ളും ദൃഢം. രാവണഭൃത്യനായി നീയും വരും ചിരം, കേവലം നീ അവനിഷ്ടനായും വരും. രാഘവൻ വാനരസേനയുമായി ചെന്നു രാഹുലമെന്നിയെ ലങ്കാപുരാന്തിയെ നാലുപുറവും വളഞ്ഞിരിക്കുന്ന ഒരു കാലം അവസ്ഥയറിഞ്ഞു വന്നിടുവാൻ നിന്നെ ഏയ്ക്കും ദശാനൻ. അന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം, പിന്നെ വിശേഷങ്ങളൊന്നറിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോട് ചൊല്ലുക. രാവണാൽപതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശു നീ. രാക്ഷസഭാവം അശേഷം ഉപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം. സത്യം വന്നുകൂടും ദൃഢം. യുദ്ധം അനുഗ്രഹിച്ചു കരശോത്ഭവൻ സത്യം തപോധനവാക്യം മനോഹരം. ചാരനായൂരു ശുകൻ പോയനന്തരം കോരനാം രാവണൻ വാഴുന്ന മന്ദിരെ വന്നിതു രാവണമാതാവു തൻ പിതാ ഖിന്നനായ രാവണനെ കണ്ടു ചൊല്ലുവാൻ. സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രക്ഷോവരനും ഇരുത്തിയതോചിതം. കൈകസീതാതൻ മതിമാൻ വിനീതിമാൻ കൈകസീ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ, ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണം അനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങൾ ഈ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു. കണ്ടീലയോ നാശഹേതുക്കളായി ദശകണ്ഠ പ്രഭോ നീ നിരൂപിക്ക മാനസെ. ദാരുണമായിടിവെട്ടും തിനന്നുഖം ചോരയും പെയ്യുന്നു ദുഷ്ണമായത്രയും. ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു ദേവിയാം കാളിയും ഘോരതം ശ്രാനിതം. നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാവുന്നു ഗോക്കളിൽ നിന്നു കരങ്ങൾ ജനിക്കുന്നു. മൂഷികന്മാർ ചാരനോട് പിണങ്ങുന്നു രോഷാൽ നകുലങ്ങളോടും അവണ്ണമേ. പന്നകജാലം ഗരുഡനോടും തഥാ നിന്നെ തീർത്തിയിടാൻ തുണങ്ങുന്നു നിശ്ചയം. മുണ്ടനായേറ്റം കരാള വികടനായി വർണ്ണവും പിംഗലകൃഷ്ടമായി സന്തതം. കാലനെയുണ്ടു കാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളതെന്നു നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങൾ ഉണ്ടായതിനത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളാണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഏതുമേ സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി രാമപാതയെ വെച്ചു വന്ദിക്ക വൈകാതെ രാമനാകുന്നത് വിഷ്ണുനാരായണൻ. വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചുകൊൾ കദ്വയനാം പരമാത്മാനവ്യയം. ശ്രീരാമപാദബോധം കൊണ്ടു സംസാര വാരിധിയെ കടക്കുന്നിതു യോഗികൾ. ഭക്തി കൊണ്ടന്തഃകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചു കൊള്ളുക. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം നിനക്കിതു ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോട് ശാന്തനാം മാല്യവാൻ വംശരാക്ഷാധമായി ചൊന്നത് കേട്ടു പൊറാഞ്ഞു ദശമുഖൻ. പിന്നെ യമ്മാല്യവാൻ തന്നോട് ചൊല്ലിനാൾ, മാനവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം. മർക്കടാലംബനം നല്ല സാമർഥ്യമെന്നുൾക്കാമ്പിലോർക്കുന്ന വെഞ്ചളനെത്രയും. രാമൻ നിയോഗിക്കയാൾ വന്നിതന്നോട് സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തെ പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലിവിടുന്നുണ്ട് നിർണയം. വൃദ്ധൻ ഭവാൻ അതിസ്നിഗ്ധനാം മിത്രമിത്യുക്തികൾ കേട്ടാൽ പുറത്തുകൂടാ ദൃഢം. ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശഭക്തനും പ്രാസാദമൂർത്തിനി കരേറിനാൾ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഗതിരമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ.
ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ശ്രീഹരേ നമ.